ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. MRC തൊപ്പി ആൻഡ് ഗ്യാങ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കാണ്. താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. തൊപ്പി എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. തൊപ്പിക്ക് ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. ഇവർ യൂട്യൂബിലും ബാക്കിയുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലും ഒക്കെ ഗ്രൂപ്പായിട്ട് കുറച്ച് കോമാളിത്തരമൊക്കെ കാട്ടിക്കൂട്ടി, സ്ക്രിപ്റ്റഡ് ആയിരിക്കും മോസ്റ്റ് ഓഫ് ഇവരുടെ കാട്ടിക്കൂട്ടലെല്ലാം. അങ്ങനെ രസമാണ് കണ്ടിരിക്കാൻ. എന്റർടൈൻമെന്റ് ആണ് മെയിൻ. പീക്കറി പിള്ളേർ തൊട്ട് മുതിർന്ന ആൾക്കാർ വരെ ഇവരുടെ ലൈവ് കാണാറുണ്ട്. തൊപ്പി എങ്ങനെ വന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ തൊപ്പിയുടെ ലെവല് മാറി, ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയ ഒരു വ്യക്തിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് വെറും പട്ടിത്തീട്ടം എന്നുള്ള ലെവലിൽ നിന്ന് ഇപ്പൊ ഒരു ടോപ്പ് ലെവലിലോട്ട് തൊപ്പി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തൊപ്പി എന്നല്ലല്ലോ, നിഹാദ് എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. കാര്യം പണ്ടായിരുന്നു തൊപ്പി. ഇപ്പം പുതിയ നിഹാദ്, പുതിയ രൂപത്തിലും ഭാവത്തിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. നന്മമരം പുള്ളി ഇപ്പം വളരെ പണ്ടത്തെ കൂട്ട് തെറി വിളിക്കാറില്ല, എല്ലാവരെയും സഹായിക്കുന്ന വ്യക്തി. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ തൊപ്പിയുടെ ഒരു ഇമേജ് എന്ന് പറയുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവരുടെ ഈ ഒരു ടീമുണ്ട്. ഈ ടീം ഇവർ ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് രസം. ഈ ടീം എല്ലാവരും അടിച്ചു പിരിഞ്ഞ് എല്ലാം പല വഴിക്കായി പോയി. ഇതുവരെ അതിന്റെ ഒരു റീസൺ എന്താണെന്ന് ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സ്ട്രീമിനകത്ത് കുറെ ആൾക്കാരുണ്ട്. മമ്മു, ജാസി, ഷമീർ, റാംബോ, ഇങ്ങനെ കുറെ കഥാപാത്രങ്ങളുണ്ട്. ഇവരെല്ലാവരും കൂടെ ഒരു വീട് എടുത്തിട്ട് ആ വീട്ടിലായിരുന്നു ഈ പരിപാടികൾ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇവരുടെ ആ ഒരു ഗ്യാങ് ഹൗസ് പിരിച്ചു വിടുന്നു, പല വഴിക്കാവുന്നു. ആരും വന്നതിന്റെ റീസൺ പറയുന്നില്ല. തൊപ്പിയും വന്നതിന്റെ കാര്യങ്ങളൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്തൊക്കെയോ പുകയുന്നുണ്ട് എന്ന് മാത്രം എല്ലാവർക്കും അറിയാമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഷമീർ കുറച്ച് മാസങ്ങൾക്ക് ശേഷം, ഇവർ പിരിഞ്ഞതിന് ശേഷം ഇപ്പോൾ വന്ന് ഇതിന്റെ റീസൺസ് കാര്യങ്ങളെല്ലാം കൂടെ പറഞ്ഞിരിക്കുകയാണ്. ഷമീർ, കുക്കായി അവിടെ ജോയിൻ ചെയ്ത ജാസി, അതുപോലെ തന്നെ മമ്മു ആണ് എപ്പോഴും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ വെകളിത്തരങ്ങൾ കാട്ടിക്കൂട്ടി ഏറി പോകാറുണ്ട്. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും ഒരു വലിയ ഏട്ടനായിട്ടാണ് തൊപ്പി അവിടെ നിന്ന് കളിക്കുന്നത്. ഇവരെല്ലാവരെയും കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സെൻട്രൽ സിസ്റ്റം, ഒരു വലിയേട്ടൻ കളിയാണ് തൊപ്പി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ഒരു ഗ്യാങ്ങിനെ പറ്റി എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തൊപ്പി ഒഴിച്ച് ബാക്കി ആർക്കും അറിയില്ലായിരുന്നു. ഇവരെല്ലാവരെയും ഒരു ഫെയിമിലോട്ട് എത്തിക്കുന്ന തൊപ്പിയാണ്. ഇവരെല്ലാവരെയും ജനങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നത് തൊപ്പി എന്ന് പറയുന്ന ഒരു വ്യക്തി കാരണമാണ്. അയാളുടെ സ്ട്രീമിംഗ് വന്നതുകൊണ്ടാണ്. ഇദ്ദേഹത്തിന്റെ സ്ട്രീമിംഗ് വരാൻ ഒരുപാട് ആളുകൾക്ക് ഭയങ്കര താല്പര്യമാണ്. കാര്യം അത്രയും ഫെയിമാണ്, അത്രയും ആളുകളാണ് തൊപ്പിയെ ഫോളോ ചെയ്യുന്നത്. എന്നിട്ട് എവിടെ ചെന്ന് കഴിഞ്ഞാലും ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുകയും ഫോട്ടോ എടുക്കുകയും, അങ്ങനെ ഭയങ്കര ഒരു ലക്ഷറി ലൈഫ് പോലാണ് ഇവരുടെ ജീവിതം നമ്മളെ കാണിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നില്ലെന്നാണ് ഇപ്പോൾ ഷമീറും മമ്മുവും അതുപോലെ തന്നെ കുക്കായിട്ട് വന്ന മറ്റേ ജാസി എന്ന് പറയുന്ന പയ്യനൊക്കെ വന്ന് പറയുന്നത്. തൊപ്പി പല സ്ട്രീമുകളിലായിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇവർക്ക് എല്ലാവർക്കും ഞാനായിട്ടൊരു ജീവിതം ഉണ്ടാക്കി കൊടുത്തു, ഇവരെല്ലാവരും ശമ്പളത്തിനാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. അങ്ങനെ പല സ്ട്രീമിലും തൊപ്പി വന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഇവർ വന്ന് പറയുന്നത് ഒരു 5000 രൂപ പോലും മാസം ഇവർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പം ഇവരെല്ലാവരും അടിച്ചു പിരിഞ്ഞു പോകാനുള്ള മെയിൻ റീസൺ പൈസ പ്രശ്നം തന്നെയാണ്. തൊപ്പി ലക്ഷക്കണക്കിന് 10-30 ലക്ഷം മാസം ഉണ്ടാക്കുന്നുണ്ട്. അതിനകത്ത് ഒരു 5000 രൂപ പോലും ഇവർക്ക് കൊടുക്കുന്നില്ല. പലതരത്തിലുള്ള ടോർച്ചറുകൾ, തെറിവിളികൾ, എന്തിനു പറയുന്ന അവരെ ഷഡ്ഡി വരെ കഴിപ്പിക്കുന്ന ഇവന്മാരെ കൊണ്ടാണ്. അവിടെ 2 മെസ്സാണ് നടത്തുന്നത്. തൊപ്പിക്ക് വേറൊരു മെസ്സ്, ഇവന്മാർക്ക് വേറൊരു മെസ്സ്. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളാണ് ഇവന്മാർ പറയുന്നത്. എല്ലാം ഒന്നും വെട്ടി തുറന്ന് പറഞ്ഞിട്ടില്ല. അപ്പം എന്താണ് ഷമീറിന്റെ ചാനലിൽ കൂടാണ് ഈ ഒരു കാര്യം പുറത്തുവിട്ടത്. അതുപോലെ തന്നെ ഷമീർ ഇന്ന് കിക്കിനകത്ത്, വേറൊരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമാണ് കിക്ക് എന്ന് പറയുന്നത്, അതിനകത്ത് വന്നിട്ട് ഷമീർ കുറെ കാര്യങ്ങളോടെ എടുത്ത് പറയുന്നുണ്ടായിരുന്നു. അതും കൂടെ വെക്കാം. അപ്പൊ ഷമീർ തന്റെ യൂട്യൂബ് ചാനലിൽ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം വെക്കാം, അതിനുശേഷം കിക്കിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ വെക്കാം. നമ്മൾ കണക്ക് പറഞ്ഞ് ചോദിക്കണ്ടല്ലോ, അവൻ തരുമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ നിന്നു. ഒരു ദിവസം രാത്രി ഞാൻ ലൈവ് കഴിഞ്ഞു. ഞാൻ അവനോട് പോയിട്ട് എൻ്റെ ഉമ്മ വിളിച്ചു. അപ്പോൾ സിസ്റ്ററുടെ മാരേജൊക്കെ ഇങ്ങനെ ഇത് നടക്കുകയായിരുന്നു. ബൈ ദ വൈ, അറിയാത്തവർക്ക് ഇതാണ് ഷമീർ തൊപ്പിയുടെ ഗ്യാങ്ങിൽ ഒരു മെയിൻ വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു തൊപ്പി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഫാൻ ബേസ് ഉള്ള ഒരു പുള്ളി ഇവനാണ്. അത്യാവശ്യം ഫോളോവേഴ്സ് ഇവന് ഉണ്ട്. ഇവൻ ഇപ്പോൾ ഒറ്റയ്ക്ക് സ്ട്രീമിംഗ് തുടങ്ങി. അവനും നല്ല രീതിയിൽ തൊപ്പിയുടെ കൂട്ട് തന്നെ ഏതാണ്ട് അതുപോലൊക്കെ തന്നെ വ്യൂവർഷിപ്പും കിട്ടുന്നുണ്ട്. മാത്രമല്ല ഇവൻ തൊപ്പിയെ 10-14 കൊല്ലമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണെന്ന് പറയുന്നുണ്ട്. ബാക്കിയുള്ളവരെ പോലല്ല. ഈ ഒരു ഗ്യാങ്ങിൽ ജോയിൻ ചെയ്തിട്ട് ഏതാണ്ട് 1.5 കൊല്ലമായിട്ടുണ്ട്. ഇവന്റെ പെങ്ങടെ കല്യാണം, എൻഗേജ്മെന്റിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് തൊപ്പിയെടുത്ത് കുറച്ച് പൈസ ചോദിക്കുന്ന കഥയാണ് ഈ പറയാൻ പോകുന്നത്. ബാക്കി കേൾക്കാം. മാരേജ് അല്ല, മാരേജിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അടുത്ത് തന്നെ മാരേജാണ്. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നടക്കുകയായിരുന്നു, എൻഗേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ, പരിപാടികളൊക്കെ. അപ്പം സ്വാഭാവികമായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് പൈസ ചോദിക്കുമല്ലോ. ആ ഇതിൽ ഇവനോട് ഞാൻ പൈസ ചോദിച്ചു. അത് ഞാൻ ഉണ്ടാക്കിയ പൈസ താടാ അങ്ങനെയൊന്നല്ല ഞാൻ ചോദിച്ചത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടയ്ക്കിടയ്ക്ക് ഇവനായിരുന്നു ഈ സ്ട്രീമിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവൻ മാത്രം സ്ട്രീം ചെയ്തിട്ട് നല്ലൊരു എമൗണ്ട്, മാസം 1.5 ലക്ഷം രൂപ, ഒരു 3-4 മാസമായിട്ട് 2-3 ലക്ഷം രൂപ ഇവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പൈസ എല്ലാം പോകുന്നത് തൊപ്പിയുടെ അക്കൗണ്ടിലോട്ടാണ്. അതിനകത്ത് ഒരു നയ പൈസ പോലും ഇവന്മാർ കൊടുക്കുന്നില്ല. അന്നേരം തൊപ്പിയാണ് ഇവർക്ക് ഫെയിം ഉണ്ടാക്കി കൊടുത്തത്. എല്ലാം സംഭവം ശരിയാണ്. പക്ഷേ ഇവന്മാർ സ്ട്രീം ചെയ്ത് ഉണ്ടാക്കിയ പൈസ പോലും തൊപ്പിയുടെ അക്കൗണ്ടിലോട്ടാണ് പോകുന്നത് എന്ന രീതിയിലാണ് ഷമീർ ഇവിടെ പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ നീ അത് ഇങ്ങനെ ഇതാണ് സിസ്റ്റർ, ഇതാണ്
ഒരു പൈസ ഈ പറഞ്ഞ പോലെ പൈസ എമൗണ്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഓൻ എത്ര വന്നാലും അത് വാങ്ങാം, അത് ഇതാക്കാം, ഓന് അങ്ങനെ തരുമെന്നായിരുന്നു എൻ്റെ വിശ്വാസം. ഓൻ്റെ റൂമിലേക്ക് കയറുന്നവരുള്ള എൻ്റെ വിശ്വാസം അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ കയറി, ഞാൻ അവനോട് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു റവന്യൂ തരാൻ പറ്റില്ല, റവന്യൂ നിങ്ങൾക്ക് തരാൻ പറ്റില്ല, കാരണം അവനിതൊരു ബിസിനസ്സായിട്ടാണ് നടത്തുന്നത്, അവനിതൊരു ബിസിനസ്സാണ്. അപ്പം അങ്ങനെ നമുക്ക് റവന്യൂ തരാനുള്ള റവന്യൂ ഓൻ തരൂല, ഓന് റവന്യൂ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ റവന്യൂ തരാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ റേസായി എന്നല്ല, ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനും കൂടി ഞാൻ ഇതാക്കിയതിൻ്റെ ഒരു ഇതിൽ നിന്നൊരു പൈസയല്ലേ ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അത് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു നീ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് റൂള്, ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, നിങ്ങൾക്ക് വേറെ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോ, ഇവിടെ ഇതൊക്കെയാണ് റൂള് എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു. ഈ പറഞ്ഞ പോലെ അതിന് മുമ്പേ നമ്മൾ തമ്മിൽ എക്സാക്ട് എന്താണ് പറഞ്ഞത് ഇവൻ കിക്കിനത് പറയുന്നുണ്ട്. തൊപ്പി പറഞ്ഞ എക്സാക്ട് വേർഡിങ്സ് എന്താണ് ഉണ്ടായിരുന്നു. അതായത് ലൈക്ക് ഞാൻ മമ്മു ജാസിയെല്ലാം നമ്മളെ പേഴ്സണൽ പ്രോബ്ലംസ് ഇങ്ങനെ പറയും. അതായത് ഫിനാൻഷ്യലായിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾ പുറമേ കാണുമ്പം അവൻ ലൈവിൽ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടാകും ഇവർക്കൊക്കെ സാലറി ഉണ്ട്, അല്ലെങ്കിൽ ഇവർക്കൊക്കെ സ്വന്തമായിട്ട് റവന്യൂ ഉണ്ട് എന്നാണ് അവൻ എല്ലാ ലൈവിലും പറയാറ്. പക്ഷേ നമുക്ക് ഇന്നേ വരെ 1 രൂപ കിട്ടിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഗൂഗിൾ പേയോ എന്താണെന്ന് തെളിവ് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുണ്ട്, പ്രൂഫുണ്ട്. എൻ്റെ ഫോണിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ യൂട്യൂബിൻ്റെ ഇൻകം ഏത് അക്കൗണ്ടിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളതിൻ്റെ പ്രൂഫും എൻ്റെ കയ്യിലുണ്ട്. മനസ്സിലായി? ബേസിക്കലി തൊപ്പി ഒരു അടിപൊളി ഒരു ബിസിനസ്മാനാണ്. അവൻ അറിയാം എങ്ങനെ കളിച്ച് കായ ഉണ്ടാക്കണമെന്ന്. ഇവന്മാര് മണ്ടന്മാരാ. ഈ മണ്ടന്മാരെ വെച്ച് അവൻ പൈസ ഉണ്ടാക്കി. തൊപ്പിക്ക് ഒരു ഫെയിം ഉണ്ട്. ആ ഫെയിമിന്റെ പുറത്താണ് ഇവന്മാര് ഫെയിം ആയത്. അതാണ് തൊപ്പിയുടെ വീഡിയോ കളി. എന്തെടുത്ത് പറഞ്ഞാലും ഈ സാധനം അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇത് തൊപ്പി പക്ക ഇതൊരു ബിസിനസ് മോഡൽ. നമ്മൾ ഇവന്മാരൊക്കെ വീഡിയോ കാണുമ്പോൾ എന്താണ്, ഇവന്മാർ തമ്മിലൊരു ബോണ്ടിങ് ഉണ്ട്, ഒരു ബ്രദർ ബോണ്ടിങ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ റിയൽ ലൈഫിൽ അങ്ങനല്ല. ഇവന്മാര് പണിക്കാർ. എന്നാ പണിക്കാർക്ക് പൈസ കൊടുക്കൂ? അതുമില്ല. ഇവന്മാർ പറയുന്നതാണ് ഇനി തൊപ്പിയുടെ പ്രശ്നം എന്താണ്, തൊപ്പി ഒന്ന് പറയണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ടീം ഈ രീതിയിൽ ഇപ്പൊ സ്ട്രീമിംഗ് ആണെങ്കിലും ഒരു പ്രോപ്പർ എഗ്രിമെന്റ് ഇല്ലാതെ ഒരു ടീം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ എല്ലാത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. നമ്മൾ ഏതൊക്കെ ടീമുകൾ ഇപ്പൊ സഹോദരനോ ചേട്ടനോ അനിയനോ ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ഇപ്പൊ പ്രവീൺ പ്രണവ്, അതും പൈസയുടെ പേരിൽ കണ്ട് അടിച്ചു പിരിഞ്ഞു പോയേക്കുന്നത്. എല്ലാം ഒരു പ്രോപ്പർ എഗ്രിമെന്റ്. നിങ്ങൾ ഒരു സഹോദരന്റെ കൂടെ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ കൂടെ ആണ് ഈ ഒരു പരിപാടി, എന്ത് ബിസിനസ്സോ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു പ്രോപ്പർ എഗ്രിമെന്റ് വെച്ചിട്ട് വേണം അത് സ്റ്റാർട്ട് ചെയ്യാൻ. തൊപ്പി വന്നിട്ട് പല ലൈവിലും പറയുന്നുണ്ട് ഇവന്മാർക്ക് 20,000 50,000 വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമ്മളതിന് വിചാരിക്കുക എന്താണ്, ഇവന്മാരെയൊക്കെ സാലറി കൊടുത്തിട്ടാണ് നിർത്തിയേക്കുന്നത്. പക്ഷെ ഇവന്മാർ എന്ന് പറയുമ്പോൾ ഇവന്മാർക്ക് 5,000 രൂപ പോലും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. സോ എപ്പോഴും ഒരു ടീം ഉണ്ടാകുമ്പോൾ അതിന്റെ ഒരു ബേസിക് ആയിട്ട് ചെയ്യേണ്ട കാര്യം എഗ്രിമെന്റ് ഉണ്ടാക്കുക. ഓരോരുത്തരെയും ഇത് ചെയ്യുന്ന സമയത്ത് നിനക്ക് ഇത്ര രൂപ മാസം എന്നുള്ള രീതിയിൽ പോണം. അല്ലെങ്കിൽ അത് തകർന്ന് തരിപ്പണമാവും. അതാണ് ഇവിടെ കണ്ടത്. ഇവിടെ ഒരു എഗ്രിമെന്റും ഇല്ല, ഒരു മണ്ണാങ്കട്ട ഇല്ല. തൊപ്പി പറയുന്നതാണ് അവസാനത്തെ വാക്ക്. തൊപ്പി കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ കൊടുക്കണ്ട, തൊപ്പി കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കും. തൊപ്പി ഈ സ്ക്രീനിന്റെ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ വലിയേട്ടൻ കളി. അത് കഴിഞ്ഞതിന് ശേഷം തൊപ്പി ബോസ് കളിയാ. അത് പറഞ്ഞാൽ തൊപ്പി നല്ല ഒന്നാം തരം ബിസിനസ്മാനാ. ഇവന്മാരെ എങ്ങനെയൊക്കെ ഊറ്റാവോ ആ രീതിയിലല്ല ഊറ്റി. ഇവന്മാര് പൊട്ടന്മാര് നിന്ന് കൊടുത്തു, ഇന്ന് തരും നാളെ തരും എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഈ കഥ കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരെ നമ്മുടെ നരസിംഹ സിനിമയ്ക്കകത്ത് തിലകന്റെ കൂടെ വർക്ക് ചെയ്ത മറ്റേ പുള്ളി ഉണ്ടല്ലോ, മോടെ കല്യാണത്തിന് തിലകന്റെ അടുത്ത് കൊണ്ടുപോയി പൈസ ചോദിക്കും. തിലകൻ അതിനെ ആട്ടി വിടും. പക്ഷെ തിലകൻ അടിയിൽ കൂടെ പോയി സഹായിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സെറ്റപ്പാ. ഇവന്മാര് തൊപ്പിയുടെ കൂടെ ഇത്രയും കാലം നിന്ന് ഇന്ന് സഹായിക്കും നാളെ സഹായിക്കും എന്നും പറഞ്ഞ് ഇന്നൊരു ആവശ്യം വന്നപ്പോ തൊപ്പി എടുത്ത് വെച്ച സംഭവം ഒരു 10,000-2,000 അങ്ങ് തരും, അങ്ങ് പൊക്ക. ഈ ഒരു സെറ്റപ്പ് ഇട്ടിട്ട് അങ്ങ് ആട്ടി അങ്ങ് വിട്ട്. എന്താ കഥ? ഇതാ പറയുന്നേ, നമ്മൾ കാണുന്ന ഒന്നും റിയൽ അല്ല. എന്തായാലും ബാക്കി കേൾക്കാം. കാണിക്കേണ്ട ആവശ്യമാണ് ഈഗോ കാണിക്കേണ്ട ആവശ്യം. അല്ലെങ്കിൽ എന്നെ വളർത്തിയ അല്ലെങ്കിൽ എനിക്കൊരു ഇതുണ്ടാക്കി തന്ന ഒരാളോട് ഞാൻ ഈഗോ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് ഈഗോ അല്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പിന്നെ പേഴ്സണലായിട്ട് നമുക്ക് അവിടെ ഉണ്ടായ നിങ്ങൾ ക്യാമറയിൽ കാണാത്ത ഒരു രൂപവും ഒരു സ്വഭാവവും അവനുണ്ട്. അത് നമ്മളവിടെ വീട്ടിൽ താമസിക്കുന്നവർക്ക് മാത്രമേ അറിയൂ. അതായത് അവിടെ 2 മെസ്സാണ് അവിടെ ഉണ്ടാവാറ്. അതായത് നമുക്ക് സാമ്പാറും അല്ലെങ്കിൽ രസവും ചോറും എന്തെങ്കിലും വറവോ അങ്ങനെ മുട്ട പൊരിച്ച അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അവൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ചിക്കൻ ഫ്രൈ, പിന്നെ അവൻ്റേതായ ഒരു ഫുഡുകളുണ്ട്, ചിക്കൻ ഫ്രൈ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അവന് വേറെ തന്നെ ഒരു ഫുഡ്. അങ്ങനെ 2 മെസ്സാണ് അവിടെ നടക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ മമ്മു എന്ന് പറഞ്ഞ വ്യക്തിൻ്റെ വീട്
അതിനകത്ത് തന്നെ ഉണ്ട് തൊപ്പി ഇത് പക്ക ബിസിനസ് ഓറിയന്റഡ് ആയിട്ടാണ് കൊണ്ടു നടക്കുന്നതെന്ന്. ഈ തരത്തിലുള്ള ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കമ്പനികളിലൊക്കെയാണ് നടക്കാറുള്ളത്. ഇപ്പൊ ഞാനാണെങ്കിൽ ബാംഗ്ലൂർ ഇരിക്കുന്ന സമയത്ത്, വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും ഫ്ലാറ്റ് എടുത്തിട്ട് താമസിക്കുന്നത്. എന്റെ ഫ്ലാറ്റ് തൊട്ട് മേളുള്ള ഫ്ലാറ്റിലാണ് ഞങ്ങളുടെ സീനിയർ എഞ്ചിനീയർ താമസിക്കുന്നത്. അവിടെ പുള്ളിക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഒരു മെസ്സിൽ നിന്നാണ് ഈ അങ്ങോട്ടുള്ള ഫുഡും ഞങ്ങൾക്കുള്ള ഫുഡും കൊണ്ടുവരുന്നെങ്കിൽ പോലും സീനിയർ എഞ്ചിനീയറിന് വേറെ ടൈപ്പ് ഫുഡാണ്. ഞങ്ങളെക്കാളും കുറച്ചും കൂടെ ഐറ്റംസ് കൂടുതലുള്ള ഫുഡാണ് അവിടെ കൊടുക്കുന്നത്. ചിക്കനും മട്ടനും ആ രീതിയിലുള്ള നമുക്ക് കൊണ്ട് തരുമ്പോഴത്തേക്ക് ആ ഒരു രീതിയിൽ. ഇതെന്ന് പറഞ്ഞാൽ പക്ക എന്താ പറയാ ബിസിനസ് മോഡൽ അങ്ങനെയാണ്. അങ്ങനെ കൊടുക്കേണ്ട ഫുഡ് നമുക്ക് തരേണ്ട ആവശ്യമില്ല. കാര്യം നമ്മൾ ജൂനിയർ എഞ്ചിനീയേഴ്സ് ആണ്. ഈ സെയിം സാധനം തന്നെയാണ്. ആ ഒരു ഫുഡിനകത്തൊരു വേർതിരിവ് കൊണ്ടുവന്ന സമയത്ത് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ വേറെ ബോണ്ടൊന്നുമില്ല. ഇത് ഒൺലി ബിസിനസ് മോഡൽ. പക്ഷെ തൊപ്പിക്ക് ഇവിടെ പറ്റിയ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർക്ക് പൈസ കൊടുക്കണമായിരുന്നു. ഇവന്മാര് പൈസ കൊടുത്തിട്ട് ഈ രീതിയിൽ കോമാളിത്തരം കാണിച്ച് ആളുകളെ ചിരിപ്പിച്ച് എന്റർടൈൻ ചെയ്ത് മുന്നോട്ട് പോകുമായിരുന്നെങ്കിൽ ഇത് മുന്നോട്ട് പോയേനെ. നല്ല പരിപാടിയാണ്. പക്ഷെ ഇവൻ ഈ മാതിരി ഈ ഇവന്മാർക്ക് പൈസ കൊടുക്കാതെ എല്ലാം കൂടെ അടലോടെ തിന്നാൻ നോക്കിയപ്പം അത് നടന്നില്ല. ഇവൻ തന്നെ പറയുന്നുണ്ട് 10-30 ലക്ഷം അങ്ങാണ്ട് ഇവന് മാസം കിട്ടുന്നുണ്ട് പ്രൊമോഷനും എല്ലാം കൂടെ വഴിയായിട്ട്. അങ്ങനെ അത് വെച്ചിട്ട് വൃത്തിയുടെ പരിപാടിയല്ലേ കാണിച്ചു. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സീരിയസ്ലി ഭയങ്കര മോശം പരിപാടിയാണ്. ഇനിയിപ്പോൾ നാളെ ഒന്ന് തൊപ്പി പറയുമെന്ന് അറിയത്തില്ല. ഇല്ല നരസിംഹത്തിനകത്ത് കൂട്ട് ഞാൻ അടിയിൽ കൂടെ അവന്റെ പെങ്ങളുടെ കല്യാണത്തിനുള്ള സ്വർണ്ണങ്ങളെല്ലാം മേടിച്ച് കൊടുത്തിരുന്നു ആ രീതിയിൽ അങ്ങനെ പറയുമെന്ന് അറിയത്തില്ല. സിനിമ സ്റ്റോറി ഇവന്മാരുടെ കഥ വിശ്വസിക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം ഇവരുടെ കഥ വിശ്വസിക്കാൻ പറ്റത്തില്ല. മൊത്തം സ്ക്രിപ്റ്റ് ആണ്. എന്തെടുത്താലും സ്ക്രിപ്റ്റ്. കാര്യം എന്ന് പറയുന്നത് തൊപ്പി എന്ന് പറയുന്ന വ്യക്തി തന്നെ എസ്റ്റാബ്ലിഷ് ആയി വന്നത് എങ്ങനെയാണ്? സ്ക്രിപ്റ്റ് ആണ്. ഐഷോ സ്പീഡിനെ കോപ്പി അടിച്ച് അതേപോലൊരു സാധനം മലയാളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്ത് ഐഷോ സ്പീഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ ചെയ്ത് നമ്മളൊക്കെ ആദ്യം കാണും വിചാരിക്കും ഇവന് പ്രാന്താണെന്നായിരുന്നു ഇരിക്കുന്നത്. പക്ഷെ അവൻ റിയൽ ആയിട്ട് അങ്ങനല്ല. ഇപ്പൊ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന നന്മയൊളിയും അതുപോലെ തന്നെ ഓരോരുത്തർക്ക് ഐഫോൺ മേടിച്ചു കൊടുക്കുന്ന വയ്യാത്ത ആൾക്കാരുടെ അവിടെ വീട്ടിൽ പോയിട്ട് പൈസ കൊടുക്കുന്നു, ഹോസ്പിറ്റലിൽ പോയി കാണുന്നു, ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് പാർട്ട് ഓഫ് എ കോണ്ടന്റ് മേക്കിംഗ് ആണ്. അവൻ 5 രൂപ ഒരുത്തിന് കൊടുക്കുമ്പോൾ അതിനകത്ത് 50,000 രൂപ അവൻ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ എന്തോ വിചാരിക്കുന്ന ഈ സോഷ്യൽ മീഡിയയിൽ ചാരിറ്റി ചെയ്യുന്ന എല്ലാവരും അവർ ചാരിറ്റി അല്ല ചെയ്യുന്നത്. അത് പ്രോപ്പർ ബിസിനസ് ആണ്. ബിസിനസ് മാർക്കറ്റിംഗ് ആണ്. ഇത് തന്നെയാണ് തൊപ്പിയോടെ ചെയ്യുന്നത്. ഇവന്മാരെ യൂട്ടിലൈസ് ചെയ്തു, മാക്സിമം ഊറ്റി. അവൻ എന്നിട്ട് അവന്റെ പോക്കറ്റ് വീർപ്പിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവന്മാർ കൂടെ എന്തെങ്കിലും നക്കാപ്പിച്ച് കൊടുത്താൽ 10,000 കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പൊ 5 പേരുണ്ടെങ്കിൽ 50,000 രൂപ കൊടുത്തിട്ടുണ്ടായിരുന്ന ബാക്കി പൈസ ഇവന് 1 ലക്ഷം 2 ലക്ഷം 5 ലക്ഷം 10 ലക്ഷം അല്ല ഒപ്പിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. അവന്റെ ഒരു ഇപ്പോഴത്തെ ഫെയിമും ആ വ്യൂവർഷിപ്പും എല്ലാം വെച്ചിട്ട് അവൻ എന്തോരം പ്രൊമോഷൻസാ വരുന്നത് ആലോചിച്ച് നോക്ക്. അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇത് മുന്നോട്ട് പോയേനെ. ഇത് അടലോടെ മൂഞ്ചിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയിരിക്കും. തുടങ്ങിയിട്ട് ഇപ്പോൾ 2-2.5 വർഷമായിട്ട് കഴിഞ്ഞ 2 മാസം മുമ്പ് പഞ്ചായത്താണ് ഇടപെട്ടിട്ട് നിസ്സാര പൈസയാണ് പഞ്ചായത്താണ് അത് മാറ്റി കൊടുത്തത്. അതുപോലും അവൻ ചെയ്തിട്ടില്ലായിരുന്നു. നിങ്ങൾ ആലോചിക്കണം, 2.5 വർഷമായിട്ട് കൂടെ നിൽക്കുന്ന മമ്മൂൻ്റെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോൺ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഈ മമ്മൂ എന്ന് പറയുന്നവരാണ് ഇവരുടെ ടീമിലെ ഏറ്റവും വലിയ കോമാളി. ഷഡ്ഡി ഇട്ട് തുള്ളാൻ പറഞ്ഞാൽ അവൻ തുള്ളും. എന്ത് നാറിയ പരിപാടിയും എന്ത് മണ്ടത്തരം വിളിച്ച് പറയാനും ഇവൻ പറ്റും. നല്ല രീതിയിലുള്ള റേറ്റിംഗ് ഈ മമ്മൂ എന്ന് പറയുന്നവന്റെ മണ്ടത്തരം കാര്യം കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അവന്റെ കാര്യമാണ് പറയുന്നത്. അവർ 2.5 കൊല്ലമായിട്ട് അവന്റെ ഈ തൊപ്പിയുടെ ഗ്യാങ്ങിൽ ആദ്യം ജോയിൻ ചെയ്യുന്ന ഈ പയ്യന. ഇവന് വലിയ പ്രായമൊന്നുമില്ല. 2.5 കൊല്ലം ഇവൻ ജോയിൻ ചെയ്തിട്ട് ഇന്നാളിലെ കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് ഏറിപ്പോയ ഇന്റർവ്യൂവിന് ഇടയിൽ വന്ന് പറഞ്ഞിട്ട് ഏറിപ്പോയിരുന്നുണ്ടല്ലോ. അവനെ പറ്റിയാണ് പറയുന്നത്. അന്ന് ഇവനെ ഈ ടീമിൽ നിന്ന് പുറത്താക്കുന്ന തരത്തിലുള്ള നാടകം കളിക്കുന്നു. പിന്നെ ഇവനെ സ്കൂളിൽ കൊണ്ട് പഠിക്കാൻ വേണ്ടി വീട്ടുന്ന നാടകം കളിക്കുന്നു. അതൊക്കെ കാണുമ്പോഴത്തേക്ക് അയ്യോ തൊപ്പി മഹാൻ, തൊപ്പി വല്യേട്ടൻ എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ ഈ 2.5 കൊല്ലമായിട്ട് ഇവന്റെ കൂടെ നിന്നിട്ട് അവൻ 1 രൂപ പോലും കൊടുത്തിട്ടില്ല. അവന്റെ വീട് ഇപ്പോഴും ചോർന്ന് വലിച്ച് നിൽക്കാന്നാണ് ഇവന്മാർ പറയുന്നത്. ബാക്കി കേൾക്കാം. ആണ്ടെ ഈ ഇരിക്കുന്നവനാണ് മമ്മു. ഞാനിപ്പോൾ അവിടെ 2.5 വർഷത്തോളമായിട്ട് അവിടെ ജീവിക്കുന്നുണ്ട് വെച്ചാൽ നിങ്ങൾ കരുതുന്നുണ്ടാവും ഇവർ ഭയങ്കര ഹാപ്പി, ഇവർ നല്ല വൈബും, ഇവരെ ഗ്യാങ്ങിൽ എനിക്ക് എങ്ങനെയും കയറണം, ഇങ്ങനത്തെ കുറേ കമൻസും ഇങ്ങനത്തെ കുറേ റിക്വസ്റ്റുള്ള ചോദ്യങ്ങൾ എനക്കും വരുത്തുന്നുണ്ട്, എല്ലാവർക്കും വരുത്തുന്ന ഒരു കാര്യമാണ്. ബ്രോ ഒന്ന് നിങ്ങളെ ഗ്യാങ്ങിൽ കയറ്റം, നിങ്ങളെ ഗ്യാങ് നല്ല വൈബാണ്, അടിപൊളിയാണ്, എനിക്കും കൂടി കയറിയിട്ട് അവിടെ സന്തോഷിക്കണം. ഇങ്ങനെയെല്ലാം കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്നെ വെച്ചോക്കാം എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം 2.5 വർഷത്തോളമായിട്ട് അവിടെ എനിക്ക് ഒരു ഹാപ്പി എനിക്ക് ഉണ്ടായിട്ടില്ല. അത് ഷമീറിനോട് ചോദിച്ചാൽ അറിയാം, ജാസിനോട് എല്ലാവരോടും ചോദിച്ചാൽ കാരണം എനിക്കതാ മനസ്സിലാവാത്തത്. ഇവന്മാർക്കൊക്കെ ചിന്തിക്കാനുള്ള മൂളയില്ലേ? അതോ പൊട്ടന്മാരാണോ? 2.5 കൊല്ലമായിട്ട് ഒരു അടിമയായിട്ട് കിടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സീരിയസ്ലി പിന്നെ എന്ത് കണ്ടിട്ടാണ് നീയൊക്കെ കിടക്കുന്നത്? തിന്നാനുള്ള ഫുഡും കുറച്ച് ഫെയിമും തന്നു നീയൊക്കെ 2.5 കൊല്ലം ഇങ്ങനെ കിടക്കുവോ? ഈ പയ്യനൊക്കെ എന്തോ ഒന്ന് പറയണേ. എടാ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണ്ടോ നിനക്കൊക്കെ? അത്ര പൊട്ടന്മാരാണോ നീയൊക്കെ? അഭിനയിക്കുന്നത് കാരണം വ്ലോഗാണ് അതിന്റെ ഇടയിൽ കട്ട് ചെയ്ത് നമ്മളെ അപ്പാട് തെറി വിളിക്കും. അതങ്ങനെയാണ്. കാരണം നമ്മളോട് അഭിനയിക്കാം. അതായത് ഞാൻ ശരിക്കും 2.5 കൊല്ലം നമ്മൾ അവനോട് പറയാ, ശരിക്കും നമ്മൾ അവിടെ ഓൻ കാണുന്നത് ശരിക്കും അടിമയായിട്ടാണ് നമ്മളെ കാണുന്നത്. കാരണം ഇവന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ആളായിട്ടാണ് അന്യം കാണുന്നത്, ഷമീറിനെയും കാണുന്നത്, ബാക്കിയുള്ള
എല്ലാവരും കാണുന്നത്. അത് കുഴപ്പമില്ല ഗൈസ്, അത് കുഴപ്പമില്ല. കാരണം അവൻ കാരണം നമുക്ക് ഒരു 4 ആൾ അറിയുന്നത്. അപ്പോൾ ഓനങ്ങനെ കാണുന്നതുകൊണ്ട് അതിൽ വലിയ തെറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓനെ അങ്ങനെ കാണാം, ഓനങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഓനങ്ങനെ കാണാം, അതിൽ കുഴപ്പമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഓന് വേണ്ടി വർക്ക് ചെയ്യുന്ന നമുക്ക്, എൻ്റെ സിസ്റ്ററുടെ ഒരു കാര്യം വരുമ്പോൾ, അല്ലെങ്കിൽ ഇവൻ്റെ ഉമ്മാക്കൊരു കാര്യം വരുമ്പോൾ, ഇവൻ്റെ വീട് ചോർന്നൊലിക്കുമ്പോൾ 2 രൂപ തരണ്ടേ നമുക്കൊരു, മനസ്സിലായോ? നമുക്കൊരു 2 രൂപ തന്നാൽ ഈ പറഞ്ഞ പോലെ ഈ പറയുന്നതൊക്കെ നമുക്ക് കേട്ടോ സഹിച്ചോ കൊണ്ടോ നമുക്ക് നിൽക്കാം. ഈ പറഞ്ഞ എല്ലാ ബുള്ളിങ്ങും എല്ലാം നമുക്ക് സഹിക്കാം. പക്ഷേ ഒരു 2 രൂപ നമുക്ക് അവിടുന്ന് നമ്മൾ എടുക്കുന്ന പണിക്കോ, അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത് അവൻ്റെ ലൈവിൽ പോയി പെർഫോം ചെയ്തതിനുള്ള റവന്യൂ പൈസയോ ഒന്നുമല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ ചെയ്തതിനുള്ള അതിൽ നിന്ന് ഒരു 5000 രൂപയെങ്കിലും മാസം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇതേപോലെ വന്ന് പറയാൻ ഞാൻ നിൽക്കൂലായിരുന്നു, മനസ്സിലായോ? അത്രയും നമ്മൾ ഫിനാൻഷ്യലി നമുക്ക് 1 രൂപ പോലും തരാതെ നമ്മളെ കംപ്ലീറ്റ്ലി നമ്മളെ യൂസ് ചെയ്തു. മമ്മൂനെയൊക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്തു, എന്നെ പറ്റാവുന്നത്ര യൂസ് ചെയ്തു. നമ്മളൊക്കെ യൂസ് ചെയ്ത് അവൻ അതിലൂടെ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. എന്നാൽ അതിൻ്റെ ഒരു പങ്കെങ്കിലും നമുക്ക് തന്നുകൂടെ, അതെന്തുകൊണ്ട് തന്നില്ല എന്നുള്ള വിഷമാണ് നമുക്ക് ഏറ്റവും കൂടുതലുള്ളത്. എല്ലായിടത്തും മണി മാറ്റേഴ്സ്, പണമാണ് മുഖ്യം. ഇനി എത്ര സ്നേഹം കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, എത്ര ഫെയിം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, പണമില്ലെങ്കിൽ അവിടെ അടി നടക്കും. അതിനി സ്വന്തം അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും മണി അതില്ലെങ്കിലും, അല്ലെങ്കിൽ ഒരുത്തൻ സമ്പാദിക്കുന്നു മറ്റവൻ അത് കിട്ടുന്നില്ലെങ്കിൽ അടി നടക്കും. ഇവന്മാർക്ക് എല്ലാവർക്കും തൊപ്പി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ഐഡന്റിറ്റി ഉണ്ടായി കൊടുത്തു. തൊപ്പി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായതിന്റെ പേരിലാണ് ഇവന്മാർ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ 4 പേര് കേൾക്കുന്നത് പോലും. അത് വലിയൊരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് പൈസ കൊടുത്താൽ പോലും കിട്ടാത്ത ഒരു കാര്യമാണ്. കാര്യം തൊപ്പി കഷ്ടപ്പെട്ട് കയറി വന്നതാ. ഇവന്മാർ കയറി വരാൻ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടില്ല. ജസ്റ്റ് തൊപ്പിയുടെ ലൈവിനകത്ത് വന്നിരുന്ന് കോഷ്ടികൾ കാണിച്ചാൽ മാത്രം മതി. ഇവർക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു വന്ന് ഇങ്ങനെ ഇരുന്ന് അലമ്പാൻ വേണ്ടിയിട്ട്. പക്ഷെ തൊപ്പി എന്ന് പറയുന്നത് അവൻ കഷ്ടപ്പെട്ട് സ്ക്രിപ്റ്റ് ഉണ്ടാക്കി പല കോമാളിത്തരവും കാണിച്ച് പോലീസ് കേസായി. എന്തൊക്കെ തൊട്ടിത്തരങ്ങളാണ് ഇവന്റെ ആദ്യകാലങ്ങളിൽ ഇവൻ കാട്ടിക്കൂട്ടിയെന്ന് ഇപ്പോൾ ഓർക്കുമ്പോൾ പോലും അറപ്പ് തോന്നും. ആ തരത്തിലുള്ള സാധനങ്ങൾ കാട്ടിക്കൂട്ടിയാണ് അവൻ കയറി വന്നത്. ഇവന്മാരെ സംബന്ധിച്ച് ഇവന്മാർക്ക് ഒന്നും കാണിക്കേണ്ടി വന്നില്ല. ഒന്നെങ്കിലും തൊപ്പിയുടെ ചെയ്യേണ്ട കാര്യം ഇവന്മാർക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുത്തു, അതുവഴി ഇവന്മാർക്ക് ഒരു സമ്പാദിക്കാനുള്ള ഒരു മാർഗം ഉണ്ടാക്കി കൊടുക്കണമായിരുന്നു. അല്ലെങ്കിൽ ഇവൻ എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുക്കണമായിരുന്നു. ഇത് രണ്ടും ഇവൻ സമ്മതിച്ചില്ല. ഇവിടാണ് തൊപ്പിക്ക് ഏറ്റവും കൂടുതൽ പാളിച്ച പറ്റിയത്. എന്നാലും വേറെ 1-2 കാര്യങ്ങളുണ്ട്. ഇവന്മാർ ഇപ്പൊ ഈ മമ്മു, ഈ ഷമീർ, അതുപോലെ തന്നെ വേറൊരുത്തരുണ്ട് ജാസി എന്ന് പറയുന്നത്. ഇവന്മാർ 3 പേർക്കുമാണ്. ഇവന്മാർ 3 പേരും, പിന്നെ എനിക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയത്തില്ല, ഇവന്മാർ 3 പേരാണ് ഇപ്പൊ നിലവിൽ ഇവരെതിരെ വന്നിട്ടുള്ളത്. ഈ തൊപ്പിയുടെ കൂടെ നടക്കുന്ന റാംബോ എന്ന് പറയുന്ന അവനുണ്ട്. അവൻ തൊപ്പിയെ കുറ്റം പറയുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. റാംബോ എന്ന് പറയുന്ന തൊപ്പി പറയുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കുന്നു. അവനെ വിട്ടാനും കൊല്ലാനും നടക്കുന്ന ഒരുത്തൻ, അവന്റെ മാനേജറാന്ന് പറയുന്നു. അവന് പൈസ കിട്ടുന്നില്ലേ? അവനും ഈ ഗ്യാങ്ങിന്റെ പാർട്ടാണ്. ഇപ്പൊ 1 രൂപ പോലും കിട്ടാതെ ഈ 1.5-2 കൊല്ലമൊക്കെ നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്ന് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇനിയിപ്പോ അങ്ങനെ ആണെങ്കിൽ എന്തുകൊണ്ട് ഇവന്മാർ നിന്നു എന്നുള്ളതിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആൻസർ വേണം. ഇനിയിവിടെ നടക്കാമെന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം ചെളി വാരി എറിയും. ഇവന്മാര് ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പലതരത്തിലുള്ള തോന്നിവാസങ്ങൾ വളരെ പേഴ്സണലായിട്ട്, നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ എന്തോരം തെണ്ടിത്തരങ്ങളാണ് പറയുന്നത്, ഇതെല്ലാം ചിലപ്പം വിളിച്ചു പറയും. മനസ്സിലായ? അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പം വിളിച്ചു പറയും. ഇന്ന് തന്നെ തൊപ്പിയുടെ കാമുകിയുടെ ഐഡന്റിറ്റി ഒക്കെ പുറത്തുപോയി. മറ്റേ കിക്കിനകത്ത് അവൻ എന്തൊക്കെയോ പേഴ്സണൽ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ടുണ്ട്. അവൻ അറിയാതെ എടുത്ത് കാണിച്ചതാണ്. ഈ യൂണിവേഴ്സിലെ പെങ്കോച്ചയാന്ന് അറിയാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലായൊന്നുമില്ല അത് ആരാണെന്ന്. നമ്മൾ ശരിക്കും എൻ്റെ യഥാർത്ഥ പണിയെന്ന് വെച്ചാൽ നാട ഷഡ്ഡി അലക്കലാണ്. അതായത് റാംബോന്റെയും നിയാദിന്റെയും ഷഡ്ഡി അലക്കലാണ്. അതും ഒരു ഈ റാംബോ എന്ന് പറയുന്നവൻ ഇവന്മാരെ പോലെ തന്നെ ഉള്ള ഒരു ഗ്യാങ് മെമ്പറാണ്. അവന്റെ ഷഡ്ഡി എന്തിനാണ് നീ അലക്കണത്? 3 ആഴ്ചക്കുള്ളിൽ അവൻ്റെ ഷഡ്ഡി അലക്കിയിട്ടില്ലെങ്കിൽ മൊത്തിക്ക് അടി പോകും. കാരണം ആടെ അനുഭവിക്കുകയും ചെയ്യുന്നടാ. കാരണം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഞാൻ പറയുന്നത് വെച്ചാൽ അത് അനുഭവിക്കണം. കാരണം അനുഭവിച്ച ആൾക്കാരാണ് നമ്മൾ. ഓൻ്റെ ഷഡ്ഡി അലക്കലും, ഓൻ്റെ ഷൂ തുടക്കലും, ഓൻ്റെ കാറുകളെല്ലാം ഒരു കുഴപ്പമില്ല. അതൊന്നും കാരണം അത് നമ്മൾ കൂടി സഞ്ചരിക്കുന്ന വണ്ടിയാണ്, നമുക്ക് കൂടി ഉപകാരമുള്ള വണ്ടിയാണ്. പക്ഷെ ഇത് നമ്മളെ അങ്ങനെയാണ് കാണുന്നത്. ഓക്കെ അതെല്ലാം അനുഭവിക്കാം. ഷഡ്ഡി അലക്കാം, ഓൻ്റെ ഇത് പറയുന്നത് കേൾക്കാം, എല്ലാം കേൾക്കാം. എന്നാ പിന്നെ നമുക്കുള്ള എന്തെങ്കിലും ഓൻ സമ്പാദിച്ചതിൽ നിന്ന് നമ്മൾ കോമാളിത്തരം കാണിക്കുന്നുണ്ടല്ലോ. അതായത് ഷഡ്ഡിയിട്ട് തുള്ളുന്നുണ്ട്, മറ്റവൻ അങ്ങനെ ആക്കുന്നുണ്ട്, ജോളോ ചിപ്പ് ആടെ ഈടെ ഇതാക്കുന്നുണ്ട്. പക്ഷെ അതിന് നമ്മൾ ഇതാക്കുന്നതിൻ്റെ എന്തെങ്കിലും ചെറിയ മാസം ഒരു 5000 ഉറുപ്പിയെങ്കിലും തരാൻ മനസ്സ് എനിക്ക് കാണിക്കണമെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ അയ്യോ ഇതുവരെ 2-2.5 കൊല്ലമായിട്ട് ഇവന് അതുവരെ കാണിച്ചില്ല. പക്ഷെ അവൻ പൈസ ഇവൻ അവന്റെ ശരീരം വെച്ചാണ്, അവന്റെ മാനം വെച്ചാണ് ഇവന്മാരുടെ ലൈവ് നടത്തിക്കൊണ്ട് പോയിരുന്നത്. അത്രയും എന്റർടൈൻമെന്റ് ആൻഡ് എൻഗേജ്ഡ് ആക്കിക്കൊണ്ടിരുന്നത്. സ്വന്തം ക്യാരക്ടർ കളഞ്ഞു, സ്വന്തം ശരീരം കളഞ്ഞു, എന്തെല്ലാം തോന്നിവാസങ്ങളെ അതിനകത്ത് കാട്ടിക്കൂട്ടിക്കൊണ്ടിരുന്നത് ഇവൻ.
എൻ്റെ ഗൂഗിൾ പേയിലെല്ലാം നിങ്ങൾ ചോദിക്കുന്ന ഇത് കാണിച്ചു. പക്ഷെ അവൻ പൈസ അയക്കലുണ്ട് മക്കളെ. 10,000 രൂപ 5,000 രൂപ ലോൺ അയക്കും. അത് എന്തിനു വേണ്ടിയിട്ട്? ഓൻ്റെ കാര്യങ്ങൾ, അതായത് ഇവിടെ അടക്കാൻ, എണ്ണ അടിക്കാൻ, ഓനിക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാൻ, ഓനിക്ക് വേണ്ട അണ്ടിപ്പരിപ്പ് വാങ്ങാൻ, ഓനിക്ക് വേണ്ട ഫുഡ് വാങ്ങാൻ എനിക്ക് 10,000 രൂപ അയച്ചാൽ 3 ദിവസം കൊണ്ട് തരും ഓൻ്റെ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട്. അതിൽ ഇത് അവൻ ഇനി നാളെ തെളിവായിട്ട് വരുമ്പോൾ ഓൾറെഡി ബ്ലോക്ക് ചെയ്തതാണോ? കാര്യം നാളെ അവൻ വന്ന് പറയുമല്ലോ, ആണ്ടേ അവൻ്റെ അക്കൗണ്ടിലോട്ട് 10ഉം 15ഉം ഒക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു മുഴം മുമ്പേ എറിഞ്ഞത് വല്ലതും ആണോടാ മോനെ ഇത്? ഒരു 10 റുപ്യ 20 റുപ്യ നമ്മളൊരു ചായയും ഇതും തിന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ 30 റുപ്യേൻ്റെ മേലെ പോകരുതെന്നാണ് റാംബോൻ്റെ എല്ലാം അടുത്ത നിയമം. അപ്പോൾ അങ്ങനെ നിന്നിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്നാണ് ഞാൻ ആളെ ചോദിക്കുന്നത്. 2-2.5 വർഷത്തോളായിട്ട് അങ്ങനെയാണെങ്കിൽ എല്ലാവരും സഹിച്ചു നമ്മൾ അവിടെ നിന്നു. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ സിസ്റ്റർ ഒരു കാര്യം വന്നപ്പോൾ ഇതാക്കി മമ്മൂന്റെ ഈ പറഞ്ഞ പോലെ വീട് ഞാൻ എത്ര പറഞ്ഞ നിയാദിനോട് ഞാൻ പറഞ്ഞു, നിയാദ് ഞാൻ എൻ്റെ വീടൊക്കെ കാണിക്കട്ടെ, കാരണം ആൾക്കാർക്കെല്ലാം കാണാൻ ഒരു ഇതുണ്ടാവും. കാരണം മമ്മൂൻ്റെ വീട് അതൊന്നും കാണിക്കണ്ട, കാരണം എൻ്റെ വില പോകുന്ന കേസാ. ഓൻ്റെ വില പോകുന്ന കേസാ പോലും എൻ്റെ വീടും എൻ്റെ. കാരണം ഞാൻ ഉമ്മ സത്തിട്ട് പറയാം, ഞാൻ ഇപ്പോഴും നാട്ടിൽ പോയാൽ ഞാൻ നിലത്ത് പായ വിരിച്ച് കിടക്കല്, അതായത് ആ ചോരുന്ന ആടെ നിലത്ത് പായ വിരിച്ച് കിടക്കല്. നിങ്ങൾക്ക് അത്രയും സംശയം, നിങ്ങൾക്ക് അത്രയും ഇതുണ്ടെങ്കിൽ ഞാൻ ഉമ്മ സത്തിട്ട് ഞാൻ പറയാം, ഞാൻ നാളെ തന്നെ ഞാൻ വണ്ടി കയറിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. വീട്ടിൽ പോയിട്ട് വീഡിയോ കാര്യം എല്ലാം ഉമ്മ എന്തായാലും വീഡിയോയിൽ വരില്ല. കാരണം ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം ഉമ്മക്ക് പണ്ട് ഇഷ്ടമായിരുന്നു. ഞാൻ ഇവിടെയാണ് മറ്റേതാണ്. പക്ഷെ ഉമ്മക്ക് ഒറ്റ ഇഷ്ടമില്ലാത്ത കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ ഓരോരോ അതിർന്നറിഞ്ഞ കളിക്കുമ്പോൾ ഉമ്മക്ക് ഇഷ്ടപ്പെടാത്തത് ബാക്കിയൊന്നുമില്ല. എൻ്റെ ഉമ്മ പറയുന്നത്. പക്ഷേ ഉമ്മാനോട് ഞാൻ ഈ കാര്യങ്ങൾ മൊത്തം അങ്ങ് പറഞ്ഞു. ആ വിഷമം, കാരണം ഉമ്മാക്ക് നല്ല വിഷമമായി. കാരണം ഇത്രയും കൊല്ലമായിട്ട് ഉമ്മാക്ക് തന്നെ അറിയാം, കാരണം ഉമ്മാക്ക് പൈസ കിട്ടുന്നില്ല. കാരണം ഇതുവരെ ഞാൻ കാരണം പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നോട് ഇങ്ങനെ ചോദിക്കാൻ എന്താ പൈസ ഇല്ലാത്ത എനിക്കിങ്ങനെ പറയാൻ പറ്റൂലല്ലോ, നീ അത് ഇങ്ങനെ ആക്കി നിങ്ങൾക്ക് പറയാൻ പറ്റൂലല്ലോ. പക്ഷെ ഞാൻ ഗതികെട്ട് എൻ്റെ ഉമ്മാൻ്റെ ആ ഒരു വിഷമം കണ്ട് ഞാൻ ഉമ്മാനോട് തുറന്ന് മൊത്തം അങ്ങ് പറഞ്ഞു. ഉമ്മ പറഞ്ഞൊരു വാക്കാണ്, നീ പിന്നെ എന്തിനാ അവിടെ നിൽക്കുന്നത്? ഇത്ര ആട്ടും തുപ്പും കേട്ടിട്ട് നീ എന്തിനാ അത്രയും നിൽക്കുന്നത്? ഒന്നിക്ക് നീ വീട്ടിൽ വരിക, ഒന്നിക്ക് നീ പണിക്ക് പോവുക. അത് എൻ്റെ ഉമ്മ പറഞ്ഞൊരു കാര്യമുള്ളൂ. പിന്നെ ആ അവസാനം ഇന്നലെ പെരുന്നാൾ ശേഷം വരെ വരുമ്പോൾ ഒരു ഉറുപ്പ്യ ഉണ്ടായിട്ടില്ല. ഉമ്മ അപ്പുറത്തുനിന്ന് കടമായിട്ട് എനിക്ക് തരും ഒരു 500 രൂപ. ഇത് ബേസിക്കലി ഇവന്മാർക്ക് പണിക്ക് പോകാൻ വലിയ താല്പര്യമില്ല. ഈ മറ്റേ ഷമീർ എന്ന് പറയുന്നവൻ വീട്ടിലെങ്ങാണ്ട് ജോലി കളഞ്ഞ് അന്ന് ഇത് പരിപാടി തുടങ്ങിയതാണ്. ഇവന് പഠിക്കാനും താല്പര്യമില്ല, വേറെ പണിക്ക് പോകാനും താല്പര്യമില്ല. തൊപ്പിയുടെ വീട്ടിൽ ഫുഡ് അടിച്ച് കിടക്കാനുള്ള സൗകര്യമുണ്ട്. ഈ പറയുന്ന ലൈവ് വരുമ്പോൾ അതിനകത്ത് വന്ന എന്തെങ്കിലും കോഷ്ടികൾ കാണിച്ചാൽ മതി. എനിക്കൊന്ന് ആ ഒരു സുഖം പറ്റി. അവൻ പറയുന്ന കേട്ട് ആ വീട്ടിലങ്ങ് 2-2.5 കൊല്ലം ഇവനങ്ങ് നിന്ന്. അതാണ് സംഭവം. ഇവൻ്റെ ഒരു ഭാവിയെ പറ്റി ചിന്തിക്കുകയോ അല്ലെങ്കിൽ എനിക്ക് ഒരു ഏണിങ്സ് വേണം എന്ന് ചിന്തിക്കുകയോ ഒന്നുമില്ല. എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ തൊപ്പിയുടെ പോകും. ഫുഡ് ഉണ്ടാക്കാൻ ആളുണ്ട്, ഫുഡ് കഴിക്കും, കിടക്കാനും സ്ഥലമുണ്ട്, എല്ലാം ഉണ്ട്, ജീവിക്കാനുള്ള എല്ലാം ഉണ്ട്. പൈസ മാത്രം ഇല്ലെന്നുള്ളൂ. ഇവന്മാർക്കൊക്കെ ഇപ്പോഴാണോ ബോധം വന്നത് ജീവിക്കാൻ വേണ്ടി പൈസ വേണമെന്ന്? കുറച്ച് പേര് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 30 രൂപയാണ് ഇവന്മാർക്ക് അലവിട്ടുള്ളത് പുറത്തെങ്ങാനും പോയി കഴിഞ്ഞാൽ കടി കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഔട്ട് സൈഡ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അലോട്ട് ചെയ്തിട്ടുണ്ട് ഇത്ര പൈസ. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനാണെങ്കിൽ ഇത്ര രൂപ, രാത്രിയിലത്തെ ഫുഡാണെങ്കിൽ ഇത്ര രൂപ. അങ്ങനെ ഓരോ നേരത്തേക്ക് ഫുഡിന് ഇത്ര പൈസ അലോട്ട് ചെയ്തിട്ടുണ്ട്. അതിന് മേളിൽ കമ്പനി തരൂല്ല. അതിന് മേളിൽ ഇങ്ങനെ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ സ്വന്തം പോക്കറ്റിൽ എടുത്ത് കഴിച്ചോണം. ഈ സെയിം പരിപാടി. ഇവിടെ ഇങ്ങനെയുള്ള ഒരുത്തനെ എങ്ങനെ വിശ്വസിച്ച്? അവൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന റൂൾസിനകത്ത് തന്നെ വളരെ കൃത്യമാണ്. ഇതൊരു ബിസിനസ് മോഡലിൽ സഞ്ചരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതനുസരിച്ച് ഇവന്മാര് നിൽക്കണമായിരുന്നു. കുടിക്കാനും തിന്നാനും കിടക്കാനും സ്ഥലം കിട്ടിയപ്പോഴത്തേക്ക് സുഖം പിടിച്ച് കിടന്ന് എന്നിട്ടാണ് ഇപ്പൊ വന്നിരുന്ന് കരയുന്നു, പൈസ തന്നില്ല എന്നും പറഞ്ഞു. എനിക്ക് അറിയുന്ന കാര്യം 2-2.5 വർഷത്തോളമായിട്ട് ഇവിടെയുള്ള മമ്മൂന്, അതായത് എനക്ക് ഏതാ മൊബൈൽ നിങ്ങൾക്കറിയോ? എൻ്റെ മൊബൈൽ ഇവനിക്കറിയാം. എൻ്റെ മൊബൈൽ ഏതാണ്? വിവോ അല്ലേ? വിവോ, അതായത് ബേക്കും മുമ്പും ഡിസ്പ്ലേ ഉള്ള ഫോണ്. അതാണ് പല ആൾക്കാർക്കും ഐഫോണുകൾ വെറുതെ. അതെ, എനിക്ക് വിഷമമുണ്ട്. കാരണം എല്ലാവർക്കും ഓരോ ബർത്ത്ഡേക്ക് ഓരോ സമയത്തും ഇങ്ങനെ ഐഫോണും കാര്യങ്ങളും കൊടുക്കുമ്പോൾ അതിന്റെ ബാക്കിലുള്ള ഒരു കാര്യം പറയാം. എനിക്ക് പണ്ടൊരു ഐഫോൺ തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പണ്ടൊരു iPhone 14 തന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ എത്ര ആൾക്കാർ കണ്ടു എന്നറിയില്ല. ലൈവിൽ ഇതാക്കിയിട്ട് ഒരു ഇൻ്റർവ്യൂവിലാണ് എനിക്കത് തരുന്നത്. ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ തരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിലാണ് എനിക്കവൻ തന്നത് അത്. അപ്പോൾ അങ്ങനെ അവൻ തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രോപ്പർ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. അതായത് ഓൻ തന്നത് 5000 രൂപയാണ്. ഓൻ 5000 രൂപ തന്നിട്ട് 45,000 രൂപ ഞാനും വിട്ട് എൻ്റെ കയ്യിലുണ്ടായ ആ സമയത്തുള്ളൊരു റിയൽമിയുടെ ഒരു ഫോണുണ്ട്. അതും ഞാൻ വിറ്റ്, അതും ഫ്ലിപ്കാർട്ടിന് തന്നെയാണ് വെക്കുന്നത്. ഫ്ലിപ്കാർട്ടിലൊരു ഓപ്ഷൻ ഉണ്ട്, ഈ ഫോൺ കൊടുത്താൽ ഇത്ര എക്സ്ചേഞ്ച് വാല്യൂ അങ്ങനെ എന്തോ, അതിൻ്റെ തെളിവുണ്ട്. അതും ഞാൻ അവർക്ക് വിറ്റ് ഫ്ലിപ്കാർട്ടിന് കൊടുത്തിട്ട്
ഇവൻ തന്നത് 5000 രൂപയാണ്. എന്നിട്ട് ഇവൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിനക്ക് ഫോൺ ഇതാക്കുന്നതിൽ വലിയ ഇതില്ല, ഞാൻ നിനക്കൊരു ഫോൺ മേടിച്ച് തരുമ്പോൾ അതിന് വില കൂടും, അതിന് ഇത് കൂടും എന്ന് പറഞ്ഞിട്ട് ഇവൻ എനിക്കൊരു ഫോൺ മേടിച്ച് തരുന്ന പോലെ. പിന്നെ കാണുന്ന ആൾക്കാരെല്ലാം മുമ്പിൽ തൊപ്പി മേടിച്ച് തന്ന ഫോൺ മേടിച്ച് തന്നല്ലേ, തൊപ്പി 55,000 രൂപയുടെ ഫോൺ മേടിച്ചു തന്നു. ഭയങ്കരം തന്നെ തൊപ്പി ഇത്. അവൻ എവിടൊക്കെ കണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവൻ എത്ര പേർക്ക് ഈ ഐഫോൺ മേടിച്ചു കൊടുക്കുന്നത് കാണിച്ചിട്ടുണ്ട്. എടാ ഇതെല്ലാം നീ ഇതുപോലെ മേടിച്ചു കൊടുത്തതാണോടാ ഇത്ര പേർക്ക്? സത്യം പറയല്ലേ, ഇവന്റെ കുട്ടിക്കാലത്തെ ട്രോമയൊക്കെ പറ്റി പറയുന്ന വീഡിയോ ഉണ്ട്, ഈ തൊപ്പി അനുഭവിച്ച കാര്യങ്ങളൊക്കെ. എനിക്കത് ഇത് മൊത്തം സ്ക്രിപ്റ്റിന്റെ ഭാഗമായിരിക്കും. ഇത് മൊത്തം സ്ക്രിപ്റ്റാ. എവിടെ എന്തെടുത്താലും സ്ക്രിപ്റ്റ്. നടക്കുന്നതും പെടുക്കുന്നതും തൂറുന്നതും തുപ്പുന്നതും വരെ സ്ക്രിപ്റ്റ്. എന്തുവാടേ ഇത്? സ്ക്രിപ്റ്റ് അല്ലാത്ത എന്തെങ്കിലും ഉണ്ടോടാ? ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് ഇനി ഇവന്മാരുടെ സ്ക്രിപ്റ്റ് നാളെ പ്രാങ്കാണെന്ന് വല്ലതും പറഞ്ഞ് വരുവോടെ ഇവന്മാരിനി. അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷെ അതിൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ആടുന്ന് വീടുന്നെല്ലാം ഇതാക്കിയ പൈസ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ഐഫോൺ വാങ്ങുന്നുള്ളത്. അങ്ങനെ ഞാൻ കൂട്ടി വെച്ച പൈസ 5000 രൂപ ഇവൻ തന്നിട്ടാണ് ഈ ഫോൺ ഞാൻ വാങ്ങുന്നത്. മനസ്സിലായോ? അതൊന്നും ആർക്കും അറിയത്തില്ല. 5000 രൂപ മുടക്കിയിട്ട് 55,000 രൂപയുടെ പേരും പ്രശസ്തിയും അവന് കിട്ടി. മിടുക്കനാ. കാരണം എനക്കും ഹെൽത്ത് വിഷമമുണ്ട്. കാരണം ഇവ എല്ലാവർക്കും ഇങ്ങനെ ഫോൺ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇപ്പുറത്തുനിന്ന് വിഷമിക്കും. കാരണം ഈ ഇത്രയും കൊല്ലം ഉണ്ടായിട്ട് എനക്ക് ഒരു ഫോൺ പോലും തന്നിട്ടില്ല. ഞാൻ ചോദിക്കും, നീ അത് എനിക്ക് ഞാൻ തന്നെ ചോദിച്ചു. കാരണം ഇങ്ങോട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ തന്നെ ചോദിച്ചു, നീ അത് എനിക്ക് ഐഫോണൊന്നും വേണമെന്നില്ല, എനിക്ക് ഏതെങ്കിലും ഒരു ഫോൺ മതി. ഇതാ ഞാൻ ഡിസ്പ്ലേ ആക്കിയിട്ട് 3 പ്രാവശ്യം ഞാൻ ഓൻ്റെ അടുത്തേക്ക് പോകും. ഡിസ്പ്ലേ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണ്ടേ, അത് മാറ്റിയിട്ടാൽ മതി. ഒരു 1200 റുപ്യേൻ്റെ ലോക്കൽ ഡിസ്പ്ലേ അങ്ങ് മാറ്റിയിട്ടാൽ മതി മുമ്പ്, നീ അത് ഉപയോഗിച്ചാൽ മതി. അതിൻ്റെ അപ്പുറം പിന്നെ നമുക്കൊന്നും പറയാനില്ലല്ലോ. കാരണം മുഖത്ത്, കാരണം ഞാൻ എങ്ങനെയാ സഹിക്കുന്നത്? എൻ്റെ മുഖത്ത് ഇവന്മാർക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. കാരണം ഷെയ്ക്കിൻ്റെ വീട്ടിൽ നമ്മൾ പോയി, ഒരു ദിവസം നമ്മൾ പോയി, എന്തോ പരിപാടിക്കാട്ടം പോയതാണ്. അപ്പം ഡിസ്പ്ലേ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണ്ടേ, ഒന്നും പറയാനില്ലല്ലോ. നിനക്ക് ഫോൺ മേടിച്ചെടുത്തേണ്ട കാര്യം ഒന്ന്, നീ ഓൾറെഡി അവന് നല്ല രീതിയിൽ കോണ്ടന്റ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിന്നെ കൊണ്ട് പിന്നെയും ഒരു കോണ്ടന്റ് ഉണ്ടാക്കേണ്ട ആവശ്യകത അവനില്ല. മനസ്സിലായോ? നീ ഓൾറെഡി ശരിക്കും കോണ്ടന്റ് അവന് കൊടുക്കുന്നുണ്ട്. അപ്പൊ കോണ്ടന്റ് കൊടുക്കാത്ത, നിന്നേക്കാൾ താഴെ കോണ്ടന്റ് കൊടുക്കുന്ന വേറെ കുറെ അവന്മാരുണ്ട്. അവന്മാരില്ല പാവപ്പെട്ടവന്മാര്. അവന്മാർക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ അവരുടെ സെന്റിമെന്റ്സ് വർക്കൗട്ട് ആവും. നിനക്ക് എന്നതിനേക്കാളും 4 പേര് കൂടുതൽ അവന്മാർക്ക് കൊടുക്കുമ്പോൾ കാണും. അത് ഒപ്പിക്ക് അറിയാം. നിനക്ക് ഇത്ര പൈസ മുടക്കി ഒരു ഐഫോൺ മേടിച്ച് തന്നിട്ട് കോണ്ടന്റ് ഉണ്ടാക്കേണ്ട ആവശ്യകത ഇല്ല. നീ ഓൾറെഡി കോണ്ടന്റ് ഒരുപാട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാ. എടാ അവൻ നല്ല കളിക്കാരനാ, അവൻ നല്ല രീതിയിൽ അറിഞ്ഞു കളിച്ചതാ. കാരണം മുഖത്ത്, കാരണം ഞാൻ എങ്ങനെയാ സഹിക്കുന്നത്? എൻ്റെ മുഖത്ത് ഇവന്മാർക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. കാരണം ഷെയ്ക്കിൻ്റെ വീട്ടിൽ നമ്മൾ പോയി, ഒരു ദിവസം നമ്മൾ പോയി, എന്തോ പരിപാടിക്കാട്ടം പോയതാണ്. അപ്പോൾ അവിടെ ഒരു ദിവസം നിന്ന്, അന്ന് രാത്രിക്ക് എന്തോ തമാശ രീതിയിൽ നമ്മളെല്ലാവരും ഇങ്ങനെ തമാശ പറയുമ്പോൾ എന്നോട് ചോദിച്ചു, അമ്മ പ്രൊമോഷൻ ചെയ്യൂലേ? ഞാനെന്ത്, എല്ലാവരും തമാശ എന്ന് പറയുമ്പോൾ അനക്കും തമാശ പറയാലോ. അനക്കും തമാശ പറഞ്ഞൂടെ? തമാശ പറയാം. തമാശയൊക്കെ ലൈവിലേ ഉള്ളൂ ഗൈസ്. അതിന്റെ പുറത്ത് നമ്മൾ അങ്ങനെ വലിയ മൊത്തം സീരിയസ് ആയി ഇവന്റെ കാര്യങ്ങൾ നോക്കുന്നു, ഇതാക്കുന്നു, വീഡിയോ ഇതാക്കുന്നു. അതില് തമാശ, അതില് ഇത് എന്നല്ലാണ്ട് നമ്മളെ ഇടയിൽ അങ്ങനെ ഇതൊക്കെ കുറവാണ്. ഞാനും ഓനും പേഴ്സണലായിട്ടുണ്ടെങ്കിലും ബാക്കി ഇവരെല്ലാമായിട്ട് അത് വളരെ കുറവാണ്. മനസ്സിലായോ? കാരണം അവന് ഈ പറഞ്ഞ പോലെ ഇവരെ വെച്ച് ഇതാക്കുക, എന്നെ വെച്ചിട്ടായാലും ഇതാക്കുക എന്നല്ലാണ്ട് ഇതാണ് ഓന് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. ഇതാക്കി ഓൻ്റെ ഇത് കൂട്ടുക, ഓൻ്റെ എക്സ്പോഷർ അത് കൂട്ടുക, അത് ചെയ്യുക, ഇതാക്കുക. ആ ഒരു സാധനമാണ് നിങ്ങൾ പലതും കണ്ടിട്ടുണ്ടാവും. ഓൻ നമ്മളെ സഹായിക്കുന്നത്, അങ്ങനെ ആക്കുന്നത്, ഇങ്ങനെ ആക്കുന്നത്. പക്ഷെ ഞാൻ പറയാം ഗൈസ്, എല്ലാം ഫേക്കാണ്. ഓൻ ഒരാൾക്ക് 2 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ക്യാമറൻ്റെ മുമ്പിൽ മാത്രമേ ഓൻ കൊടുക്കൂ. ആ കൊടുക്കുന്നതിന് 2 രൂപ ഓൻ കൊടുക്കുന്നതിന് 10 രൂപ ഓൻ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനുള്ള നല്ലവൻ ഇമേജ് ഓൻ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഓനത് കൊടുക്കും. അത് നമുക്ക് അത്രയും കൃത്യമായിട്ട് നമ്മളവൻ്റെ കൂടെ ഉണ്ടായ ആൾക്കാരായിക്കൊണ്ട് നമുക്കത് അത്രയും കൃത്യമായിട്ട് അറിയാം. ആളുകളെ ഏറ്റവും കൂടുതൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സിനെ ഉണ്ടാക്കാൻ പറ്റുന്ന, ഇമോഷണലി കണക്റ്റ് ആയിട്ട് തൻ്റെ സാധനങ്ങൾ സെല്ല് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ചാരിറ്റി. ഒരുപാട് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഞാൻ പേരെടുത്ത് പറയാൻ നിൽക്കുന്നില്ല. ചിലപ്പോൾ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒന്നും ചെയ്യുന്നില്ലല്ലോടാ, അവർ ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ എന്നും പറഞ്ഞ് എനിക്ക് തെറിവിളി കിട്ടും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, അവർ കൊടുത്തോട്ടെ, അവർ കോണ്ടന്റിന് വേണ്ടിയിട്ടാണെങ്കിലും ചെയ്തോട്ടെ. പക്ഷെ അത് റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. ഇത്ര ഇമോഷണലി നിങ്ങൾ ഇവരുമായിട്ട് കണക്റ്റ് ആവുന്നതിൻ്റെ പേരിൽ ഞാൻ പറയുകയാണ്,
സീരിയസ്ലി അതങ്ങനെ ഇമോഷണലി കണക്ട് ആവേണ്ട ആവശ്യകതയില്ല നിങ്ങൾക്ക്. അതൊരു കോണ്ടന്റ് ആണ്. അവനൊരു കോണ്ടന്റിന് വേണ്ടി അവന്റെ പ്രോഫിറ്റിന് വേണ്ടി അവൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഇപ്പൊ നമ്മുടെ അച്ചായൻ ഗോൾസ് ആണെങ്കിലും അതുപോലെ തന്നെ ഉബൈദ് ആണെങ്കിലും പിന്നെ മറ്റേ ഗിവ് അവേ കൊടുക്കുന്ന മറ്റേ കാർ ഓടിക്കുന്ന ജോജി തമ്പി, ഇവരൊക്കെ കുറെ ഇങ്ങനെ ഗിവ് അവേ അല്ലെങ്കിൽ ഇങ്ങനെ കുറെ ചാരിറ്റി ഇങ്ങനെ കുറെ പരിപാടികൾ നടത്താറുണ്ട്. ഈ തൊപ്പി ഇപ്പൊ കുറെ ചാരിറ്റി നടത്തുന്നുണ്ട്. ഇമേജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒന്ന് ഇമേജ് ഭയങ്കരമായിട്ട് മാറും. ഇൻസ്റ്റാഗ്രാമിൽ ഒരുത്തിയുണ്ട്, അവിടെ പേര് ഞാൻ മറന്നുപോയി. ഇവിടെ മെയിൻ കോണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറക്കം ഉള്ള മാക്സി ഒക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് ഓരോ കാര്യങ്ങൾ വീട്ടു ജോലി ചെയ്യുക, കുഞ്ഞിന്ന് തൂക്കുക, കുഞ്ഞിന്ന് അരിയാട്ടുക, കുഞ്ഞിന്ന് കുരുവിക്കൂടെ ഉണ്ടാക്കുക, ഫുൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്. അത് ചെയ്യുന്നതല്ല, കാണിക്കുക, എക്സ്പോസ് ചെയ്ത് വ്യൂവർഷിപ്പ് കൂട്ടുക. ഇതാണ് മെയിൻ പരിപാടി, ഇതാണ് മെയിൻ കോണ്ടന്റ് ഇതാണ്. പിന്നെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ നോക്കിയ സമയത്ത് പുള്ളിക്കാരന് ചാരിറ്റി ചെയ്യുന്നു, ആളുകൾക്ക് ഫുഡ് കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു, ഈ രീതിയിൽ ചാരിറ്റി അങ്ങോട്ട് ചെയ്തപ്പോഴത്തേക്ക് ഇത്രയും നാൾ ഇവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ കംപ്ലീറ്റ് ഇങ്ങനെ ഉൾട്ടാ പോലെ അങ്ങ് തിരിഞ്ഞ്, കണ്ടോ നീ ചെയ്ത നല്ല കാര്യമാണ്, നിനക്ക് നല്ലത് വരട്ടെ. അവിടെ ഇമേജ് കംപ്ലീറ്റ്ലി മാറി ഇമേജ്. അതാണ് സണ്ണി ലിയോൺ നമ്പർ 1 പോൺ ആക്ട്രസ്. അവരെങ്ങനെയാണ് നല്ലൊരു ഇമേജിലോട്ട് എത്തിയത്? ചാരിറ്റി ചെയ്താണ്. അവരാദ്യം ചെയ്ത പരിപാടി എന്താണ്? ഒരു കുട്ടിയെ ദത്തെടുത്തു. അവർ ദത്തെടുത്ത കുട്ടിയുടെ നിറം എന്താ? ഇച്ചിരി ഡാർക്ക് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഞാൻ ഇവിടെ കളർ ഡിസ്ക്രിമിനേഷൻ പറയാമെന്ന് വിചാരിക്കരുത്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഒരു ഡാർക്ക് അല്ലെങ്കിൽ ഒരു വൈറ്റ് കുട്ടി എന്നൊരു സംഭവം ഉണ്ട്. ഇനി എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞാൽ എല്ലാത്തിൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. ഇത് മനസ്സിലാക്കിയ സണ്ണി ലിയോൺ പോയി ദത്തെടുത്തത് ഇച്ചിരി സ്കിന്നിന് ഡാർക്ക് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അത് കാണുമ്പോൾ ഇത് കാണുന്ന ആളുകൾക്ക് സണ്ണി ലിയോണിന്റെ മുകളിലുള്ള റെസ്പെക്ട് 100 times 1000 times ആവും. കണ്ടോ, അവർക്ക് എന്താ പൈസ ഇല്ലാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടെ ഭയങ്കര ബ്യൂട്ടി ആയിട്ടുള്ള കൊച്ചിനെ കിട്ടാഞ്ഞിട്ടാണോ എന്നൊരു സംഭവം വരും. അതാ പറയാം, നിങ്ങൾ കാണുന്നതല്ല ഈ ചാരിറ്റി, അത് മനസ്സിലാക്കുക. ചാരിറ്റി ചെയ്തോട്ടെ, പക്ഷെ കാണുന്ന ആൾക്കാരുടെ പേഴ്സ്പെക്റ്റീവ്, നിങ്ങൾ കാണേണ്ട രീതി ഒന്ന് മാറ്റിയാൽ മതി. അതിനകത്ത് ഇമോഷണലി ഭയങ്കരമായിട്ട് അങ്ങ് ഇൻവോൾവ് ആവാതിരിക്കുക. ഇതൊരു കോണ്ടന്റ് ആണ്. കോണ്ടന്റ് ചെയ്ത വഴി അവർക്ക് ലാഭം, ഇവർക്കും ലാഭം. ആ രീതിയിൽ അതിനെ മാത്രം കാണും. അവർക്ക് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ തെറി വിളിക്കാൻ നടക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പോരാടുകയോ അവർക്ക് വേണ്ടി മരിക്കാൻ കിടക്കുകയോ ഒന്നും ചെയ്യരുത്. നിങ്ങളുടെ സമയവും നിങ്ങളുടെ ജീവിതവുമാണ് പോകുന്നത്. ഈ സെയിം കാര്യം തന്നെയാണ് തൊപ്പി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുള്ളി പലയിടത്തും പോയിട്ട് ഇന്നാള് കണ്ടയാ ഇവനിടയ്ക്ക് ഗിവ് അവേ ഒക്കെ ഇടും. അന്നേരം ഒരു വയ്യാത്ത ഒരു സ്ത്രീ കമന്റ് സെക്ഷനിൽ അങ്ങോട്ട് വന്ന് പറഞ്ഞു, ആ പൈസ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഓപ്പറേഷൻ ആണെന്ന് കണ്ട് പറഞ്ഞ സമയത്ത് ഗിവ് അവേ വേറെ ആൾക്ക് കൊടുത്തെങ്കിൽ പോലും ഇവൻ അവരെ ഹോസ്പിറ്റലിൽ പോയി കണ്ട് അവർക്കൊരു പൈസ കൊടുത്തു. അതുവഴി കിട്ടുന്ന ഫെയിം ആൻഡ് ഒരു ഗുഡ് ഇമേജ് എന്ന് പറയുന്നത് ആ പൈസയേക്കാൾ മുകളിൽ നിൽക്കും. എല്ലാവരും ഇഷ്ടം. പക്ഷെ ഞാൻ എൻ്റെ ആ മുഖത്ത് ചവിട്ടി, കാരണം വിഷമായിനടാ, ചവിട്ടിയാനല്ലടാ വിഷമായത്. പക്ഷെ കൂട്ടത്തിൽ നിന്നിട്ട്, അതായത് നമ്മളൊരു ഫാമിലി കൂട്ടത്തിൽ നിന്നിട്ട് നീ എൻ്റെ മുഖത്ത് ചവിട്ടി. അതായത് കൂട്ടത്തിൽ ഒരാൾ നമ്മളെ ദ്രോഹിച്ചെന്നുള്ള ഒരു സാധനമില്ലേ, ആ ഒരു വേദന, ഉമ്മ സത്യായിട്ട് ആ ഒരു വേദന ഞങ്ങൾക്ക് ഉണ്ടായത്. കാരണം അന്ന് ഞാൻ കരഞ്ഞിന്. കാരണം ഇവനോട് ചോദിച്ചാലും ജാസിനോട് ചോദിച്ചാലും ആടില്ല ആൾക്കാരോട് ചോദിച്ചാലും അറിയാൻ പറ്റില്ല. കാരണം കണ്ണിന്ന് വന്ന ഒരു ഇതുണ്ട്. എന്തോ പറഞ്ഞു, നീ പറഞ്ഞില്ല എന്തോ പോവാന്ന് പറഞ്ഞു. ഞാൻ പോവാന്ന് പറഞ്ഞു, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്. അതെ ഞാൻ പറഞ്ഞു. നീ അതിനോട് അത്രയും വിഷമം കെട്ടിച്ചാ പറഞ്ഞത്. ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ ഇതില്ലാത്ത, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പോയെന്ന് ഞാൻ പണിയെടുത്തിട്ടാണ് ഞാൻ എൻ്റെ കുടുംബം പോറ്റിട്ട് ഞാൻ നിൽക്കുന്നില്ല. അപ്പോൾ എന്താ പറഞ്ഞത്, എന്നാൽ നീ പോകുന്നുണ്ടേ പോട് നിൻ്റെ ഇൻസ്റ്റാഗ്രാമും നിൻ്റെ ചാനലും ഇതെല്ലാം ഇതാക്കിക്കോ. നിൻ്റെ ഇതെല്ലാം ഞാൻ ഇല്ലോണ്ടല്ലേ എത്തിയത്. അതുകൊണ്ട് ഇതെല്ലാം ഇവിടെ വെച്ചിട്ട് അങ്ങ് ഇറങ്ങി വിട്ടോന്ന് എന്നോട് പറഞ്ഞത്. ഓക്കെ, ഇൻസ്റ്റാഗ്രാം ഇതെല്ലാം വെക്കുക, പക്ഷേ നമ്മൾ എഫേർട്ടും കൂടി ഇല്ലാണ്ട് നമ്മൾ ഇവിടെ എത്തൂലല്ലോടാ ഷമീറ. ഓനാ എടാ, ഇതൊക്കെ നിനക്ക് ഇപ്പോഴാണോ തോന്നുന്നത്? ഇത്രയും നാൾ നിനക്കൊന്നും മനസ്സിലായില്ലായിരുന്നോ? ഈ മുഖത്തി ഔട്ടിയ ഇവനെന്തോ പ്രൊമോഷൻ അങ്ങാണ്ട് ചെയ്യുന്നില്ല എന്നുകൊണ്ട് പറഞ്ഞാണ് മുഖത്തി ഔട്ടിയിരിക്കുന്നത്. അതൊക്കെ ആ സമയത്ത് പറഞ്ഞു തീർക്കേണ്ടതാണ്, ആ സമയത്ത് കൊടുക്കേണ്ടതാണ്. അത് ചവിട്ട് മേടിച്ചുകൊണ്ട് മിണ്ടാതിരുന്ന് മാറിയിരുന്ന് മൂളിക്കിരുന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ പിന്നെയും അത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട്. നീയൊക്കെ അടിമകളല്ല എന്ന് നിനക്കൊക്കെ ഇപ്പോഴാണോ ബോധം വന്നത്? അന്നേരം മനസ്സിലാക്കണമായിരുന്നു. തൊപ്പി ബ്രില്യൻ്റാ. പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊപ്പി ഈ ഒരു ഗ്യാങ് രൂപീകരിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തല്ലാനും കൊല്ലാനും തൊപ്പിക്ക് വേണ്ടി മരിക്കാനും ഉള്ള ബുദ്ധിയില്ലാത്ത ഒരുത്തൻ റാംബോ. ബാക്കിയുള്ള എന്ത് കോമാളിത്തരവും കാണിക്കാൻ, അവൻ പറഞ്ഞ തുണി ഊരാൻ എന്ത് വൾഗർ വൃത്തികേടും, സ്വന്തം ക്യാരക്ടറിനെ കൊല്ലുന്ന രീതിയിൽ, അപരാധിക്കുന്ന രീതിയിൽ എന്ത് തോന്നിവാസം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള കുറെ അവന്മാര്. അതിനകത്ത് മെയിൻ ആയിട്ടുള്ളവനാണ് ഈ മമ്മു. ഈ ഷമീർ എന്ന് പറയുന്നവൻ എനിക്ക് തൊപ്പി കാണിച്ചത് ബുദ്ധിമാനായ മണ്ടൻ. ആദ്യം സി എക്കാരൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷെ ഇവൻ പറയുന്ന മൊത്തം മണ്ടത്തരമാണ്. പിന്നീട് അതും ഒരു കണ്ടന്റ് ആക്കി. ഈ CA എന്ന് പറയാം, CA സർട്ടിഫിക്കറ്റ് ഇവൻ തൊപ്പി പറഞ്ഞ കണ്ടന്റ് ആയിരുന്നോടാ അത്. ഇവൻ ആദ്യം പറഞ്ഞ CA കാരനായിരുന്നു എന്നും പറഞ്ഞിട്ടാണ്, 2 ലക്ഷം രൂപ സാലറി ഉണ്ടായിരുന്നു പറഞ്ഞിട്ടാണ്. എന്നിട്ടാണ് വന്ന് ഇവിടെ നിന്ന് 5000 രൂപയുടെ കാര്യം പറഞ്ഞ് കരയുന്നത്. ഓക്കെ, പിന്നീട് പറഞ്ഞ് ഇവൻ CA സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ല എന്നുള്ള രീതി. എല്ലാ
എല്ലാം കോണ്ടന്റ്. ഇവന്മാർ എന്ത് പറഞ്ഞാലും കോണ്ടന്റാ. തൊപ്പി ആദ്യം ചെയ്ത പരിപാടി കുറെ മണ്ടന്മാരെ ഹയർ ചെയ്യുക എന്നുള്ളതാണ്. അവന്മാർക്ക് കിടക്കാൻ വേണ്ടിയിട്ട് സ്ഥലം കൊടുത്തു, ഫുഡും കൊടുത്തു, എന്നിട്ട് അവന്മാരെ കൊണ്ട് പണിയെടുപ്പിച്ചു. തൊപ്പി പൈസ ഉണ്ടാക്കി. ഇതാണ് തൊപ്പിയുടെ പ്ലാൻ. ഇവന്മാർ എന്തെങ്കിലും രീതിയിൽ റെസിസ്റ്റ് ചെയ്യുവാണെങ്കിൽ മറ്റേ കഥ എടുത്തിടും. നിന്നെയൊക്കെ ഇത്രയാക്കിയത് ഞാനാ, നിനക്കൊക്കെ ഇവിടുന്ന് പോകണമെങ്കിൽ ഞാൻ ആക്കിയതല്ലേ ഇവിടെ വെച്ചിട്ട് പോകും. ഈ രീതിയിലൊരു സാധനം അടിച്ചിടുമ്പോഴത്തേക്ക് ഇവന്മാർക്ക് പിന്നെ തിരിച്ച് പറയാനും ഒന്നുമില്ല, റെസിസ്റ്റ് ചെയ്യാനും ഒന്നുമില്ല. കാര്യം എന്താ, അവൻ പറഞ്ഞ ശരിയാണ്. എങ്ങോ കടന്ന് ഇവന്മാർ ഇത്ര ആയി കിടന്ന് അവനെ എഗനിസ്റ്റ് ചെയ്ത് സംസാരിക്കാനുള്ള ധൈര്യവും ഇല്ല. ഇപ്പോഴാണ് ഇവനൊക്കെ ധൈര്യം വന്നത്. എത്തിയത് ഓക്കെ, അത് ഞാൻ തെറ്റീകരിക്കുന്നില്ല. നീ അതില്ലോണ്ടാണ് നമ്മളും എല്ലാവരും ഇവിടെ എത്തിയത്. പക്ഷെ നീ അതൊരു കുളത്ത് ഇട്ടതേ ഉള്ളൂ. പക്ഷെ ബാക്കി എല്ലാ എഫേർട്ടും കാര്യങ്ങളും എടുത്തത് നമ്മളാണല്ലോ ലൈവില്. അല്ല, ഓനുള്ളതുകൊണ്ടാണ് ഈ പറഞ്ഞ ഓഡിയൻസും ഇവരും ഒക്കെ കണ്ടത്. അത് സത്യം തന്നെയാണ്. അതിന് ഒരു ഇതും ഇല്ല, ഒബ്ജക്ഷനും ഇല്ല. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കാൻ പോലും ചെയ്യില്ല. ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഒരു PC സെറ്റപ്പ് ചെയ്യാൻ ശ്രമിക്കും. നമുക്ക് അതിനുള്ള ഇതില്ല. ഓൻ ലൈവിൻ്റെ സമയമാകുമ്പോൾ ഈ പറഞ്ഞ പോലെ ഡോറ് തുറന്ന് വരും. ഓന് എല്ലാവരും റെഡിയാകും, പെട്ടെന്ന് ഇതാകും, പവറാകും, മറ്റേതാകുമെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങനെ വാമപ്പ് ചെയ്യിപ്പിക്കും. ഭയങ്കര പരിപാടി കേട്ടോ ചെയ്യുന്നേ. തൊപ്പിയെ സമ്മതിക്കണം, ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അവൻ. ആ ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും വാമപ്പ് ചെയ്യിപ്പിക്കും, എല്ലാവരും ഒന്ന് ഉഷാറാക്കും, ഒന്ന് പവറാക്കി വിട്ടിട്ട് അത്രയും ഒരു എനർജി കയറ്റിയിട്ടാണ് അവൻ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സീരിയസ്ലി ഇപ്പം ഇത് എവിടെ പോയി പഠിച്ചതാണോ എനിക്ക് മനസ്സിലാവുന്നില്ല. ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള കളിയാണ് അവൻ കളിക്കണേ. നമ്മൾ എന്ത് ചെയ്യും, കുളിച്ച് മാറ്റി നമ്മളാടി ഇരിക്കും. അപ്പോൾ അവിടെ ഓൻ സ്റ്റോറി എടുക്കും, പിന്നെ ഓൻ്റെ ലൈവ് ഇതാക്കും. അതിൽ ലൈവിൽ ഡൗൺ ആണെങ്കിൽ ഓൻ്റെ നാക്കിനെ കൊണ്ട് നമ്മളെ കൊല്ലും. അന്നത്തെ ഒരു ലൈവിൽ എന്തെങ്കിലും ഒരു ഇഞ്ച് കൂടിപ്പോയി, 1 ഇഞ്ച് 2 മിനിറ്റ് മിണ്ടാണ്ട് നിന്നാല് ലൈവ് കഴിഞ്ഞ പാട് നല്ലൊരു തെറിവിളിയും പരിപാടി നല്ല പോലെ നമുക്ക് അറിയാം. ആ ഒരു തെറിവിളി നമുക്ക് അറിയാം. കാരണം ഈ ലൈവിൽ പോലും വിളിക്കാത്ത തെറികളാണ് നമ്മളെ വിളിക്കല്. നാക്കിനെ കൊണ്ടുപോകാൻ നമ്മളെ വല്ലാതെ വിഷമിപ്പിക്കും, മെൻ്റലി ഡൗൺ ആക്കും, നമ്മളെ കരയിപ്പിക്കും. നാക്ക് കൊണ്ടുപോകാൻ നമ്മളെ കരയിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ പറഞ്ഞ പോലെ നമ്മൾ ബെറ്റർ ആക്കാൻ വേണ്ടി ഇങ്ങനെ നിങ്ങൾക്ക് റിയൽ ലൈഫ് അവിടെ ശരിക്കുള്ള ജീവിതം എന്താണെന്ന് അത് നമുക്ക് മാത്രമേ അറിയാം. കാരണം നമ്മളെ അനുഭവിച്ചിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ അനുഭവിച്ചതാണ് ഞാനും ജാസിയും ഷമീറും എല്ലാവരും. അവിടെ റാംബോൻ്റെ എല്ലാം അടിയെന്ന് വെച്ചാൽ അങ്ങനത്തെ അടിയാടാ. നിങ്ങളുടെ ലൈവിൽ കാണുന്നുണ്ടല്ലോ അടി. അതേപോലത്തെ നല്ല ശരിക്കും എനിക്ക് ദേഷ്യം പിടിച്ച എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മളെ ഇതാക്കൂല. ഓൻ്റെ ഷഡ്ഡി കളിക്കത്തില്ല അടി. ഓൻ്റെ ഷഡ്ഡി കളിക്കത്തില്ല, അന്ന് പൈസയില്ല, ചായയില്ല, ഒന്നുമില്ല. ഓൻ്റെ എല്ലാം ആട്ടും തുപ്പും കേട്ടിട്ട് ഓൻ്റെ ഷഡ്ഡി വരെ അലക്കി ചാട നിൽക്കണം. പൈസ ഇല്ല, ചായ ഇല്ല. അന്നേരം പൈസ തരുന്നുണ്ടായിരുന്നാ? പൈസ എന്തിനാ തരുന്നേ? നീ പറഞ്ഞ പൈസ തരുന്നില്ലെന്നാണല്ലേ. നിയാദിൻ്റെയോ അതൊക്കെ എല്ലാം ഓക്കെ. നിയാദിൻ്റെ ഗേൾ ഫ്രണ്ടും ഉണ്ട്. ഓള് പറയുന്നവരെ നമ്മൾ കേൾക്കണം. ഓൾ ഒരു ദിവസം എന്നോടും ജാസിനോടും പറയാം, ഒന്ന് നിയാദിൻ്റെ ഷഡ്ഡി പോയി അരക്ക്. കാരണം ഓൻ്റെ ഗേൾ ഫ്രണ്ട് വരെ ഇങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ ഇത്ര തായാന്ന്. നമ്മളെങ്ങനെയാണ് അവർ കാണുന്നത്? നമ്മളെന്താ അടുത്ത നായ്ക്കളാണ്? നമ്മൾ നായ്ക്കളാണ് അടുത്ത. നമ്മൾ മനുഷ്യന്മാരല്ല. ഒന്നുമില്ലെങ്കിലും ഓൻ്റെ ലൈവ് നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ആക്കുന്നില്ല. അത് ഓനിക്ക് എടാ എനിക്കതല്ല മനസ്സിലാവാത്ത. ഇവൻ കുറെ തവണയായിട്ട് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട് ഷഡ്ഡി അലക്ക്. ഈ നിഹാദ് എന്താ ഈ ഷഡ്ഡി അല്ലാതെ വേറെ ഒന്നും ഇടുന്നില്ലടാ. അവൻ ബാക്കി ഡ്രസ്സൊക്കെ ഇടുന്നു, അതിനെ പറ്റി ഒന്നും പറയുന്നില്ലല്ലോ. നീ ഷഡ്ഡി അലക്കാൻ വേണ്ടിയിട്ട് മാത്രമാണോ നിന്നെ നിർത്തിയേക്കുന്നത്? അതോ നീ ഒരു പൊലിപ്പിന് വേണ്ടി പറയുന്നതാണ് ഈ ഷഡ്ഡി അലക്കുന്നത്? റാംബോന്റെ ഷഡ്ഡി അലക്കല്, തൊപ്പിയുടെ ഷഡ്ഡി അലക്കല്, എല്ലാവരും വന്ന് ഇവൻ്റെ അടുത്ത് ഷഡ്ഡി അലക്കെന്നാണ് പറയുന്നത് പോലും. എന്തൊക്കെയാണ് നടക്കുന്നത്? എന്താണെങ്കിൽ ഇത് ഇവന്മാരുടെ ഒരു വെർഷനാ. തൊപ്പിയുടെ വെർഷൻ എന്താണെന്ന് ഇതുവരെ തൊപ്പി പറഞ്ഞിട്ടില്ല. റാംബോയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. നാളെ രാത്രി എന്തോ റാംബോ ഒരു 8 മണിക്ക് എന്തോ ഒരു ലൈവായിട്ട് വരും. അവൻ എന്തൊക്കെ ഉമ്മാർക്ക് ഇട്ട് ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ള രീതിയിലാണ് അവൻ ആ ഒരു വീഡിയോക്കകത്ത് പറയുന്നത്. നാളെ രാത്രി 8 മണിക്ക് ഒരു ലൈവ് ഉണ്ട്. ഡോണ്ട് മിസ് ദാറ്റ്. ഓക്കെ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. മനസ്സിലായി? ഇനി കുറച്ച് കാര്യങ്ങൾ അങ്ങ് സംസാരിച്ചു തുടങ്ങാം. മനസ്സിലായ? കടി കൊടി 2 മെസ്സ് ഊമ്പിക്കോ. മിക്കവാറും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കും. യുവന്മാര് തമ്മിൽ നല്ല സ്വരത്തിലിരിക്കുന്ന സമയത്ത് ചെയ്തു കൂട്ടിയ തെണ്ടിത്തരങ്ങളും തെമ്മാടിത്തരങ്ങളും എല്ലാം ഓരോന്നിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറയാനുള്ള സാധ്യതയുണ്ട്. 2 ടീമും നാറും മിക്കവാറും ഇങ്ങനെയാണെങ്കിൽ. ഈ ഗ്രൂപ്പിൽപ്പെട്ട ഉമ്മാനും അത്ര നല്ല കുഞ്ഞുങ്ങളൊന്നും അല്ലല്ലോ. എല്ലാം ഉടായ്പൊക്കെ തന്നെ. ലൈവിനകത്ത് കിടന്ന് എന്തൊക്കെ തോന്നിയാസങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത് നമുക്ക് അറിയാവുന്നതാണ്. അത് പിന്നെ ആ ഒരു ലൈവിന്റെ ലെവലിലങ്ങ് എടുക്കും. എന്നാൽ പോലും ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഷമീർ ആണെങ്കിലും അമ്മു ആണെങ്കിലും ഈ തൊപ്പിയാണെങ്കിലും എല്ലാം കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. അന്നേരം ബിഹൈൻഡ് ദ ക്യാമറ എന്തൊക്കെയായിരിക്കും കാട്ടിക്കൂട്ടുന്നത് അത് ചിലപ്പോൾ ഊഹിക്കാൻ പോലും പറ്റത്തില്ല. ഇത്രയും കാര്യങ്ങളാണ് ഈ ഷമീറിന്റെ യൂട്യൂബ് ചാനലിൽ ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ കിക്കിനകത്ത് ഒരു ലൈവ് വന്നിട്ടുണ്ട്, 2 മണിക്കൂറിന്റെ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. മറ്റേ ജാസി എന്ന് പറയുന്ന ചെറുക്കനെയൊക്കെ വിളിച്ചെടുത്തിട്ടാണ് സംസാരിക്കുന്നത്. അത് നമുക്ക് അടുത്ത വീഡിയോ പറയും. ഇത് ഇപ്പൊ തന്നെ ലോങ് ആയിടെ 1 മണിക്കൂർ അങ്ങാണ്ടായി.